ഇത് മുൻപ് പറഞ്ഞ റസിയുടെയും വിനുവിൻ്റെയും കഥയുടെ ബാക്കി ഭാഗമാണ്. മുൻപത്തെ പാർട്ട് കേൾക്കാത്തവർ ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ കേൾക്കണേ. അത് കേട്ടിട്ട് ഇത് കേൾക്കുന്നതാകും നല്ലത്. കഥയിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഒരു ലൈക്ക് തരണേ. എന്നാ വായോ, കഥ കേൾക്കാം. അല്പം കഴിഞ്ഞ് അവൾ ജ്യൂസും ബിസ്ക്കറ്റുമായി അവൻ്റെ അരികിലെത്തി. അത് കുടിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ അറിയാതെ റസിയയിലേക്ക് നീങ്ങി. വിനു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പെട്ടേനെ. നിന്നെ പരിചയപ്പെട്ടത് വലിയ കാര്യമായി. ഇല്ലടാ, അത് ശരിയാണിത്ത. നാട്ടിലുള്ളവരെ പരിചയപ്പെട്ടാൽ അത് എൻ്റെ സന്തോഷം വേറെ തന്നെയാണ്. വിനു ചോറ് കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാം. അല്പം വെയിറ്റ് ചെയ്യേ. അയ്യോ, ഇപ്പോൾ വേണ്ട ഇത്ത, പിന്നീടാകാം. എനിക്ക് അല്പം തിരക്കുണ്ട്. വണ്ടി ഫ്രണ്ടിന് കൊടുക്കണം. അവൻ നേരത്തെ വിളിച്ചിരുന്നു. അങ്ങനെ പറയില്ലടാ, ഏകദേശം ഉച്ചയായില്ലേ. കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. വിനു അല്പം വെയിറ്റ് ഇട്ടു. അവൻ അവിടെയുള്ളപ്പോൾ അവളുടെ ഹസ്ബൻഡ് കയറി വന്നാലോ എന്നുള്ള ഭയവും അവനെ പിടികൂടി. ദേ, ഫ്രണ്ട് ഇപ്പോൾ വിളിച്ചു വെച്ചതേയുള്ളൂ. വണ്ടിയും കൊണ്ട് അവന് ജോലിക്ക് പോകാനുള്ളതാണ്. അങ്ങനെ പലതും പറഞ്ഞ് വിനു അവളുടെ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി. കുറച്ച് ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ജോലിയുമായി ബന്ധപ്പെട്ട് വിനു അല്പം തിരക്കിലായി. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ റസിയയെ പാർക്കിൽ വെച്ച് കണ്ടുമുട്ടും. ഇതിനിടയിൽ ഷാഫിയുടെ ഫാമിലി നാട്ടിൽ നിന്നും വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകിട്ട് അവൻ റസിയയെ വിളിച്ചു. ഇത്ത എവിടെയാണ്? കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. എന്തേ, മിനി ഇപ്പോൾ ഫ്രീ ആണോ? അതെ, നമുക്ക് അവിടെയുള്ള മാളിൽ പോയാലോ? എനിക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട്. വണ്ടി ഇല്ലാലോ ഇത്ത. നമുക്ക് നടക്കാം വിനു. അല്പം കഴിഞ്ഞ് റസിയ അവൻ്റെ അടുത്തെത്തി. മകളെവിടെ? അവൾ സ്കൂൾ വിട്ട് വന്ന തൊട്ടടുത്ത ഫ്ലാറ്റിൽ പോകും. അവിടെയുള്ള കുട്ടികളുമായി കളിച്ചുറങ്ങാനാണ് ലാസ്റ്റ് വരാറ്. അവളുടെ പനിയൊക്കെ കുറഞ്ഞില്ലെത്ത? കുറഞ്ഞെങ്കിലും അല്പം ക്ഷീണമുണ്ട്. വിനുവിനെ പറ്റി ചോദിക്കാറുണ്ട്. പഠിക്കുന്നുണ്ടോ? ഒരുവിധം, തരക്കേടില്ല. എപ്പോഴും കളിയാണ് അവളുടെ ഹോബി. അതൊക്കെ ശരിയാകും ഇത്ത. അവൾ ഇപ്പോൾ 3rd സ്റ്റാൻഡേർഡ് എത്തിയല്ലേ ഉള്ളൂ. ക്ലൈമറ്റ് മറ്റും മാറി ഇല്ലേ? അതേടാ, അല്പം തണുപ്പായി തുടങ്ങി. ഇവിടുത്തെ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. അത് ശരിയാ, വിനു റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല. ഇത്ത കുറച്ച് കൂടുതൽ നടക്കാനുണ്ട്. ടാക്സി വിളിക്കണോ? വേണ്ടടാ, നമുക്ക് നടക്കാം. ഇത്ത ഇവിടെ സെറ്റിലായിട്ട് എത്രയായി? കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വന്നതാണ്. അതിനിടയിൽ കൊറോണ സമയത്ത് 3 വർഷത്തോളം നാട്ടിൽ നിന്നു. അപ്പോഴെന്തു പറ്റി? എനിക്ക് മദീന മാളിൽ ഒരു ഡ്രസ് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തു പറ്റി? കൊറോണയുടെ സമയത്ത് കുറച്ച് ദിവസം പൂട്ടിയിടേണ്ടി വന്നു. അതോടെ ആകെ നഷ്ടം വന്നു. നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഓണർ ഷോപ്പ് വേറെ ആൾക്ക് കൊടുത്തു. കുറെ നഷ്ടം വന്നിട്ടുണ്ടാകും ഇല്ലേ? നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഷോപ്പായിരുന്നു. സ്റ്റിച്ചിങ്, എംബ്രോയിഡറി വർക്കെല്ലാം ഞാൻ തന്നെയായിരുന്നു ചെയ്യാറ്. ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് എങ്ങനെ പോകുന്നു? കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊന്നും കാണില്ല. ഇത്താക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ? അയ്യോ, ഞാൻ ലൈസൻസ് എടുക്കാൻ കുറെ ശ്രമിച്ചു. നടന്നില്ല വിനു. അത് സാരമില്ല, ഇനിയും എടുക്കാലോ. ഇനി അതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല വിനു. എന്തു പറ്റി? ഇപ്പോൾ സാമ്പത്തികമായി കുറച്ച് കടമൊക്കെയുണ്ട്. അതൊക്കെ മുനീർക്കയും കൂടി വിചാരിച്ചാൽ തീരില്ലേ? അങ്ങേര് വിചാരിക്കില്ലല്ലോ ഷോപ്പ് നഷ്ടം വന്നതോടുകൂടി. അങ്ങേര് എൻ്റെ തലയിലിട്ടു. ഇത്ത വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാകും. നാട്ടിലെത്താക്ക ആരൊക്കെയുണ്ട്? 8 കൊല്ലം മുമ്പേ ബാപ്പ മരിച്ചു. ഉമ്മ ഇപ്പോഴെൻ്റെ അനിയത്തിക്കൊപ്പമാണ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അനിയത്തി. ഏകദേശം 2 കിലോമീറ്റർ അപ്പുറം. അവളുടെ കെട്ടിയൻ സ്കൂൾ ടീച്ചറാണ്. മകൻ്റെ കാര്യമൊക്കെ നോക്കുന്നത് അവരാണ്. ഇത്താക്ക് ബ്രദേഴ്സ് ഇല്ലേ? ഇപ്പോഴെൻ്റെ അടുത്തുണ്ട്. ഒരാൾ വിനുവിൻ്റെ തോളിൽ തട്ടിയ റസിയ പറഞ്ഞു. അത് നന്നായി. എനിക്കൊരു സുന്ദരി ചേച്ചിയെ കിട്ടി. പോട ചെക്ക, ഞാൻ അതിനു മാത്രം സുന്ദരിയൊന്നുമല്ല. ആര് പറഞ്ഞു എൻ്റെ പെങ്ങൾ സുന്ദരിയല്ല എന്ന്? റസിയാത്തേക്ക് ഒരു സിനിമാ നടിയുടെ നല്ല ചായയുണ്ട്. ഇതിനിടയിൽ അതും നീ കണ്ടുപിടിച്ചോ? ഏതാണാവോ ആ നടി? കേൾക്കട്ടെ. ഇത്ത സിനിമ കാണാറുണ്ടോ? വല്ലപ്പോഴും കാണാറുണ്ട്. ലാസ്റ്റ് പ്രേമലു കണ്ടായിരുന്നു. വിനു കണ്ടോ? ഞാനും കണ്ടായിരുന്നു. നാട്ടിലുള്ളപ്പോൾ നല്ല സിനിമയായിരുന്നു ഇല്ലേ? നന്നായിരുന്നു. വിനി, നീ പറഞ്ഞില്ല. എന്ത്? ഏത് നടിയെ പോലെയാണ് എന്നെ തോന്നിയത്? ഓ ഇത്ത, അത് ഇതുവരെ വിട്ടില്ലേ? നീ പറയടാ. വീണ നന്ദകുമാറിന്റെ നല്ല ചായയുണ്ട്. പോടാ, അതുപോലെയുണ്ടോ എന്നെ കാണാൻ? ഇത്തായുടെ മുഖം ഏകദേശം അതുപോലെ വരും. വിനു അവളെ അവനിലേക്ക് അടുപ്പിക്കാനുള്ള വഴികളെ പറ്റി പയറ്റി തുടങ്ങി.
അവളാണെങ്കിൽ അവൻ്റെ ഓരോ സംസാരവും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഏകദേശം ഒരു സാമ്യം പറഞ്ഞതേയുള്ളൂ. അവളേക്കാൾ എത്രയോ സുന്ദരിയാണ് റസിയാത്ത. വിനു, എവിടേക്കാണ് എന്നെ ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോകുന്നത്? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ മാളിലെത്തി. ഇവിടെ ഒരു കോഫി കഫേ ഉണ്ട്, നമുക്ക് ഒന്ന് കയറിയാലെത്താം. പിന്നെന്താ, നമുക്ക് പോകാം. അതിനുള്ളിലേക്ക് കടന്നതും, ഇത് വേറൊരു ലോകമല്ല വിനു. ഇല്ലടാ, ഇത് കുറച്ച് ഹെവിയാണിത്ത. അതിനുള്ളിലേക്ക് കടന്നതും, ഇത് വേറെ ലോകമല്ലേ വിനു. ഇല്ലടാ, ഇത് കുറച്ച് ഹെവിയാണിത്ത. അധികവും ലോക്കൽസും മറ്റുമാണ്. ഓരോ ക്യാമ്പിലും കപ്പിൾസും മറ്റും കോഫി കുടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അല്പം ഇരുണ്ട ലൈറ്റിൽ സോഫ ചെയറിൽ വിനുവും റസിയായും ഇരുന്നു. വേണ്ടതൊക്കെ ഓർഡർ ചെയ്തു. ഇടയ്ക്കിടെ അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലേക്ക് പതിഞ്ഞു. അവൻ്റെ നോട്ടവും സ്നേഹവും ഒക്കെ അവളിലും ഒരു ഉണർവുണ്ടാക്കി. ഇത്താക്ക് ഇഷ്ടായോ ഈ പ്ലേസ്? ഞാൻ ആദ്യമായിട്ടാണ് വിനു. എങ്കിൽ ഇനി വരുമ്പോൾ ഇക്കയും കൂട്ടി വന്നാൽ മതി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. റസിയ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി. അവളുടെ മുഖം വല്ലാതെയായി. എന്തിനാ ഇത് വിഷമിക്കുന്നത്? ഒന്നുമില്ലടാ. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ വിഷമമാകുമോ? നീ പറ വിനു. ഇത്ത എന്നോട് മെഡിസിൻ വാങ്ങിക്കാൻ പറഞ്ഞു. അതെ, നീ കൊണ്ടുവന്നല്ലോ. മെഡിക്കൽ ഷോപ്പിലുള്ള ആൾ പറഞ്ഞായിരുന്നു ഇതിലൊരു ടാബ്ലറ്റ് ടെൻഷനും മറ്റുമൊക്കെ ഉള്ളതാണെന്ന്. വിഷമമെങ്കിൽ പറയണ്ട. ഇത്താക്ക് എന്താണ് ഇത്ര ടെൻഷൻ? ഞാൻ ഓരോ ദിവസവും എങ്ങനെയാ കടന്നു പോകുന്നതാണ് വിനു. ഫാമിലിയിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റസിയായുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ചോദിച്ചത് വിഷമമായോ ഇത്ത? വിഷമമൊന്നുമില്ലടാ. ആരോടാണെങ്കിലും പറയണ്ടേ? സഹിച്ച് മടുത്തു. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെയൊന്നും പറയല്ലേ ഇത്ത. ഇതൊക്കെ താൽക്കാലികമല്ലേ, എല്ലാം ശരിയാവും. കെട്ടിയവനുമായി അത്ര സുഖത്തിലല്ല എന്ന് റസിയയുടെ പല സംസാരത്തിൽ നിന്ന് വിനു മനസ്സിലാക്കി. കോഫി കുടിക്കൂ വിനു. എൻ്റെ ഓരോ കാര്യങ്ങൾ കേട്ടു നീ വിഷമിക്കണ്ട. ലൈഫിൽ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് ഇത്ത. എന്നെങ്കിലും ശരിയാകും എന്ന് കരുതി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കുക. അത് പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ മുഖം മാറിയത് ശ്രദ്ധിച്ചു. എന്താണ് നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. അല്ല, എന്തോ നീ ആലോചിച്ചു. എന്നുണ്ടെങ്കിലും നീ പറ വിനു. ഞാൻ എൻ്റെ ഓരോ വിഷമങ്ങൾ ചിന്തിച്ചു. ഇത്തയെ പോലെ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെടുകയും ഒന്നും ചെയ്യാറില്ല. ഇപ്പോഴും ഒന്നുമില്ലടാ. വല്ല ചിന്തയും വന്നാൽ ഞാൻ ആകെ അസ്വസ്ഥയാക്കും. അപ്പോൾ മുനൂർക്കായോട് പറഞ്ഞാൽ പോരെ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല വിനു. പൈസയാണ് എല്ലാത്തിൻ്റെയും നിലനിൽപ്പ്. അതില്ലെങ്കിൽ. ഇത് കേട്ടപ്പോൾ ശരിയാണ് വിനുവിന് തോന്നി തുടങ്ങി. അത് ശരിയാണ്. ഇത്ത പണമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. മാമൻ്റെ മകളുമായുള്ള കല്യാണം മുടങ്ങിയത് അവൻ റസിയോട് പറഞ്ഞു. എന്തായിരുന്നു അവളുടെ പ്രശ്നം വിനു? അവൾ അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്നു. അപ്പോൾ ഞാൻ ദുബായിൽ എത്തിയിട്ടില്ലായിരുന്നു. നാട്ടിൽ ചെറിയ ജോലി ചെയ്തു പോവുകയായിരുന്നു. മിക്ക ദിവസവും അവൾ കാണലും വെളിയും ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൾക്ക് എന്നോട് അടുപ്പം കുറഞ്ഞു. അവൾക്ക് എന്തു പറ്റി? കൂടെ പഠിക്കുന്ന പയ്യനുമായി അവൾ അടുത്തു. പിന്നെ വിനുവിൻ്റെ വീട്ടുകാർ അന്വേഷിച്ചില്ലേ? അമ്മ മാമനെ വിളിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് അവൾ അവനുമായി എല്ലാം പ്ലാൻ ചെയ്തു എന്ന്. എന്ത് പ്ലാൻ? ഈ പയ്യന്റെ ചേട്ടനും ഭാര്യയും UK-യിലാണത്രേ. മാരേജ് കഴിഞ്ഞ് അവിടേക്ക് പോകാമായിരുന്നു അവരുടെ പ്ലാൻ. കല്യാണം വീട്ടുകാർ ചേർന്ന് നടത്തി കൊടുത്തു. ഇപ്പോൾ അവർ എന്ത് ചെയ്യുന്നു? UK-യിലാണോ? പിന്നീട് അവൻ്റെ ചേട്ടന് അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ വന്നു. അവൾക്ക് പോകാൻ പറ്റിയില്ല. അവർക്കൊരു കുഞ്ഞുണ്ടെന്ന് കേട്ടു. അവൻ നാട്ടിലെ ഒരു ലാബോറട്ടറി വർക്ക് ചെയ്യുന്നു. അവളുടെ നഷ്ടമല്ലാതെ എന്തു പറയാൻ? നീ വിഷമിക്കൊന്നും വേണ്ടടാ. അതിനേക്കാൾ നല്ലത് നിനക്ക് കിട്ടും. അത് പോയത് നന്നായി. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ. എനിക്കൊരു വിഷമവുമില്ല ഇത്ത. ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ അതൊക്കെ എന്നേ വിട്ടു. ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്. അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്. പിന്നെ സുന്ദരിയായ റസിയാത്തയും ഉണ്ട്. എന്താ, ശരിയല്ലേ? പിന്നെ നിന്നോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സാകെ ഫ്രീ ആകുന്നു. ഇത്ത സമയം വൈകുന്നു. അയ്യോ, ഇത്രയും വൈകിയോ? കോഫിയും കുടിച്ച് പർച്ചേസ് ചെയ്തു അവർ റോഡിലേക്ക് ഇറങ്ങി. ഇത്ത, ഇത് മോൾക്കുള്ളതാണ്. എന്തിനാടാ ഇത്രയൊക്കെ വാങ്ങിച്ചത്? സാരമില്ല, അവൾ കഴിക്കട്ടെ. നമുക്ക് ടാക്സി വിളിക്കാം വിനു. നടക്കാൻ പറ്റില്ലടാ, പുറത്ത് നല്ല മഞ്ഞുണ്ട്. വിളിക്കാം. ഇക്ക ഷോപ്പ് ക്ലോസ് ചെയ്ത് വരാൻ ലേറ്റ് ആകുമോ? മിക്ക ദിവസവും 10 മണി കഴിയും. റൂമിൽ നിന്ന് വിനു രാവിലെ എത്ര മണിക്ക് ഡ്യൂട്ടിക്ക് പോകും? ഏകദേശം 9 മണിയാകും ഇറങ്ങും. 3 ദിവസം ഞാൻ ഇവിടെ കാണില്ല. എന്തു പറ്റി വിനു? ഷാർജയിലെ ബ്രാഞ്ചിൽ അല്പം വർക്കുണ്ട്. റൂമിലെത്താൻ അല്പം ലേറ്റാക്കും. ടാക്സി റസിയായുടെ ഫ്ലാറ്റിന് മുമ്പിലെത്തി. വണ്ടിയിൽ സാധനങ്ങൾ എടുക്കാൻ അവളെ സഹായിച്ചു. ഞാൻ വിളിക്കാം വിനു. ശരി ഇത്ത. വിനു, നീ വരുന്നോടാ? രാത്രി ഡിന്നർ കഴിച്ചിട്ട് പോകാം. അയ്യോ, ഇപ്പോഴില്ല ഇത്ത. ഇന്ന് റൂമിൽ ഞാനാണ് കുക്കിംഗ്. റൂംമേറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും.
നേരാണോടാ? അടുത്ത ദിവസങ്ങളിൽ ഷാർജ ബ്രാഞ്ചിലെ വർക്ക് കഴിഞ്ഞ് റൂമിലെത്താൻ വിനു നന്നേ വൈകി. അങ്ങനെയിരിക്കെ ഉച്ച കഴിഞ്ഞ് അവൻ റസിയയെ വിളിച്ചു. നിന്നെ കാണാനേ കിട്ടുന്നില്ലല്ലോ വിനു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ തിരക്കായിരുന്നു. എന്താ വിളിക്കാതിരുന്നത്? എനിക്കും പനി വന്നു. ഡോക്ടറെ കാണിച്ചില്ലേ? ഇല്ലടാ, ഇവിടെ എല്ലാവരും ചെയ്യുന്ന പോലെ പെനഡോൾ കഴിച്ചു. ഇപ്പോഴെങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇപ്പോഴേകദേശം മാറി. മോളെത്തിയോ? ഇല്ലടാ, ഞാൻ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. പറവിനു, നമുക്ക് വൈകിട്ട് മോളെയും കൂട്ടൊന്ന് പുറത്തു പോയാലോ? അതിനെന്താ, പോകാലോ. എൻ്റെ ഫ്രണ്ട് ഷാഫിയും വൈഫും ഉണ്ടാകും. അത് വേണോ വിനു? അവൻ കുറെ ദിവസമായി പറയുന്നു. എനിക്കാണെങ്കിൽ അവരോടൊപ്പം ഒറ്റയ്ക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല. ഇത്തായി മോളും ഉണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷമാണ്. പ്ലീസ് ഇത്ത, രാത്രി 8 മണിയാകുമ്പോഴേക്കും ഇത്തയായി മോളെ ഞാൻ ഫ്ലാറ്റിലെത്തിക്കും. ഇത്ത എന്തെങ്കിലും പറ. എങ്കിൽ അല്പം നേരത്തെ പോയിക്കൂടെ വിനു? 3 മണിക്കെങ്കിലും. ഇത്ത 4 മണിക്ക് റെഡിയായി നിൽക്ക്. ഞാൻ വിളിച്ചാൽ താഴെ ഇറങ്ങി മതി. സമയം ഏകദേശം 4 മണിയായപ്പോൾ വിനു അവരെയും കൊണ്ട് റസിയയുടെ ഫ്ലാറ്റിന് താഴെ എത്തി. അല്പം കഴിഞ്ഞ് അവളും മോളും അവരുടെ അരികിലെത്തി. ഇത്ത എന്നെ അറിയാമോ? ഷാഫിയെ പറ്റി വിനു പറഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ വൈഫാണ് ഫർസാന. അവളുടെ അടുത്തായി റസിയായിരുന്നു. അവർ യാത്ര തുടർന്നു. ഫർസാന വന്നിട്ട് കുറെ ദിവസമായോ? ഇല്ല, ഏകദേശം ഒരാഴ്ചയായുള്ളൂ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ ആയോ? ഇല്ല, 6 മാസമായുള്ളൂ. അവർ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇത്ത മുമ്പിലെ സീറ്റിൽ നിന്നും വിനു ഷാഫിയെ ആക്കി പറഞ്ഞു. അവർ ആഘോഷിക്കട്ടെ വിനു. ഇവരോടൊപ്പം പോകാൻ ആദ്യം റസിയ മടിച്ചിരുന്നു. അവരെ പരിചയപ്പെട്ട അവൾക്ക് സന്തോഷമായി. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ ജുമൈറ ബീച്ചിൽ എത്തിച്ചേർന്നു. വണ്ടി പാർക്ക് ചെയ്തു. അവർ കുറച്ചകലം നടന്നു. റസിയയുടെ മകൾ ഫർസാനയുമായി നല്ല കൂട്ടായി. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാടാ വിനു. വിനുവും ഷാഫിയും അവരെ അടുത്തു നിന്നും മാറി ടീ കൗണ്ടറിലേക്ക് പോയി. ഡാ വിനു, എന്തായി? ഒന്നായില്ലടാ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മാളിലൊക്കെ പോയിരുന്നു. അവൾ എന്തു പറയുന്നു? അവൾ പറഞ്ഞ കാര്യമൊക്കെ അവൻ ഷാഫിയോട് ഷെയർ ചെയ്തു. എടാ മണ്ടൻ വിനു, അവൾ കെട്ടിയവനുമായി അധികം അടുപ്പത്തിലല്ല. അവളുടെ സങ്കടം കേട്ടപ്പോൾ എനിക്കാകെ നിന്റെ ഒരു സെന്റിമെന്റ്സ്. പോടാ, നീ വിളിച്ചാൽ അവൾ എപ്പോഴും ഇറങ്ങി വരുന്നത് നിന്നോട് അടുക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഒരു കാര്യം വിനു. എന്താടാ? നീ അവളുടെ ഫ്ലാറ്റിൽ പോകുന്നത് അത്ര ശരിയല്ല. കെട്ടിയവനുള്ളപ്പോൾ അവൻ നിന്നെ അവിടെ കണ്ടാൽ പ്രശ്നമാണ്. നിനക്കറിയാമല്ലോ നമ്മുടെ രാജ്യം. നീ വിളിച്ചാൽ അവൾ എവിടെയും വരുന്നുണ്ടല്ലോ. പിന്നെന്താ? കുറച്ച് ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും മറ്റുമൊക്കെ വാങ്ങിച്ച് ഷാഫിയുവിനും അവരുടെ അടുത്തേക്ക് നടന്നു. ഷാഫിക്ക, നമുക്ക് ആ ഭാഗത്തേക്ക് പോയാലോ? പിന്നെന്താ സാന, വരൂ. ഞാനും വരട്ടെ സന എത്താ? വേണ്ട മോളെ, റസിയ അവളെ വിലക്കി. നിങ്ങൾ പോയിക്കോ ഷാഫി. അവൾ വരട്ടെ എത്താ, അവൾ കൊച്ചല്ലേ. മോള് വാ ഷാഫി. അവളുടെ കയ്യിൽ പിടിച്ചു മുമ്പോട്ട് നടന്നു. വിനുവും റസിയായും ബീച്ചിന്റെ വേറൊരു ഭാഗത്തേക്ക് നടന്നു. ഇത്ത മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു തവണ വന്നിട്ടുണ്ട്. ഷാഫി നിന്റെ നാട്ടുകാരനാണോ? അല്ല, അവൻ വടകര. ഏതായാലും നല്ല സുന്ദരി കൊച്ചാണ് അവന് കിട്ടിയത്. അവൻ സ്നേഹിച്ചു കെട്ടിയതാണ്. നന്നായി. വിനുവും വേണം ഫർസാനയെ പോലെ സുന്ദരിയായ ഒരു പെണ്ണ്. ഇത്തായും തുടങ്ങിയോ എനിക്ക് പെണ്ണന്വേഷിക്കാൻ? വീട്ടിൽ വിളിക്കുമ്പോൾ എല്ലാ ദിവസവും അച്ഛനും അമ്മയ്ക്കും ഇതേ പറയാനുള്ളൂ. ഈ തവണ നാട്ടിൽ പോയപ്പോൾ ലീവിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. നടന്നു നടന്ന് അവർ അല്പ ദൂരം എത്തി. ഡാ വിനു, എനിക്ക് കാല് വേദനിക്കുന്നു. മണലിൽ കൂടി നടന്നിട്ടാണ്